മധ്യസ്ഥത, ഇൻ്റർസെഷൻ. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാണ് ഇവിടെ മധ്യസ്ഥത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മരിച്ചവരുടെ കാര്യമല്ല, ജീവനുള്ള നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്ന ഇൻ്റർസെസറി പ്രെയർ വോറിയേഴ്സ് എന്ന് പറയും. നമ്മൾ പ്രാർത്ഥന വോറിയേഴ്സ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവർ. യുദ്ധം ചെയ്യാൻ പ്രാർത്ഥിച്ച് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിവുള്ള കുറേ ആളുകളെ ഭൂമിയിൽ ആവശ്യമുണ്ട്. മോർ തിങ്സ് ആർ റോട്ട് ബൈ പ്രേയേഴ്സ് ദാൻ ദ വേൾഡ് ഡ്രീംസ് ഓഫ്. ലോകം കാണുന്നതിൽ, സ്വപ്നത്തിൽ പോലും കാണുന്നതിൽ കൂടുതൽ ഉപരിയായിട്ട് പ്രാർത്ഥന കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് വലിയൊരു ശക്തി നമുക്ക് തന്നിട്ട് നമ്മളത് മറന്നു പോവുക. അപ്പം ദുഷ്ടശക്തിയുടെ ഏക ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രാർത്ഥിപ്പിക്കരുത്. നമ്മൾ എത്രയെല്ലാം നമ്മൾ പോയി വചനം കേട്ടെന്നിരിക്കും, പാട്ട് പാടിയെന്നിരിക്കും, പക്ഷെ നമുക്ക് ആത്മാവി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നേരത്തെ എപ്പോഴും തടസ്സങ്ങൾ വരും. നമ്മളൊരു തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ. പ്രാർത്ഥിച്ച് ആദ്യമേ 5 മിനിറ്റ് ഇരുന്ന് തന്നെത്താനുള്ള പ്രാർത്ഥന ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ക്രമേണ പ്രാർത്ഥിക്കാനുള്ള അത് 5 മിനിറ്റ് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് 7 മിനിറ്റ് ആകും, പിന്നെ അത് 10 മിനിറ്റ് ആകും. ഇങ്ങനെ പ്രാർത്ഥനയുടെ ടൈം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി വിൽ ഇൻക്രീസ്. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ദൈവത്തോട് അടുപ്പം കൂടും. നമ്മൾ എത്ര സമയം ഒരു വ്യക്തിയുടെ കൂടെ അടുത്തിരിക്കുന്നുവോ അത്രമാത്രമേ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയുവാൻ സാധിക്കത്തുള്ളൂ. അറിയുന്നുണ്ടോ നമ്മൾ ദൈവത്തെ? നമുക്ക് നോക്കാം ഇൻ്റർസെസറി പ്രെയറിനെ കുറിച്ച് അല്ലെങ്കിൽ മധ്യസ്ഥതയെക്കുറിച്ച് എന്താണെന്ന്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ്റർസെസർ ഫോർ ഓൾ അവർ നീഡ്സ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഇൻ്റർസീഡ് ചെയ്യുന്ന ഒരു വ്യക്തി യേശുക്രിസ്തുവാണ്. സ്വർഗത്തിൽ ഒരു മുറിയുണ്ട്. ഇറ്റ്സ് എ സോളിറ്ററി റൂം, ഇറ്റ്സ് എ ക്രൈയിങ് റൂം. ആക്ച്വലി യേശു സ്വർഗത്തിൽ പോയിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു സ്വർഗത്തിൽ പോലും പലപ്പോഴും ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈ സോളിറ്ററി റൂമിലാണ്. തന്നെ ഇരുന്നു കൊണ്ട് ദൈവം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ ഇവിടുന്ന് ഒരു പ്രാർത്ഥന, ഇപ്പം ഞാൻ ഈ വചനം അയക്കുന്നത് സ്വർഗത്തിൽ കയറി ചെല്ലുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും സമയത്ത്, ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന ഈ വചനം അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ആരെങ്കിലും ഞാൻ അതിനോട് ചേരുന്നുണ്ടെന്ന് രണ്ടുപേർ ഐക്യമത്യപ്പെടും. ആ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലും. അപ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുപോയി, 56 വയസ്സുള്ളൊരു മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുപോയി, സ്വർഗത്തിൽ പോയി കഴിഞ്ഞപ്പം അയാൾക്ക് ജീവിച്ചിരുന്ന കാലത്ത് പണമൊക്കെ ഉണ്ട്, പക്ഷേ ദൈവത്തെക്കുറിച്ച് വിശ്വാസമൊന്നുമില്ല. എന്നാൽ അയാളുടെ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട്, സഹോദരിക്കും അവരുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ സഹോദരി സഹോദരന്മാർക്കൊക്കെ വിശ്വാസമുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, എങ്ങനെയാണ് ഈ ബുദ്ധിയുള്ള മനുഷ്യർ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ സമയം കളഞ്ഞ് ദൈവം എന്നും പറഞ്ഞ് കളയുന്നതെന്ന് അയാൾ കളിയാക്കി ചിന്തിക്കുകയും പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇവരതൊന്നും ചിന്തിക്കത്തില്ല. ഭാര്യയും സഹോദരി സഹോദരന്മാരും ഒക്കെ ദൈവത്തെ വിളിക്കുന്നവരാണ്. ഈ മനുഷ്യൻ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് മൂലം മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അയാളുടെ സമയമായിട്ടില്ല, പക്ഷെ ആക്സിഡൻറ്റ് മരിച്ചു എന്നും പറഞ്ഞ് മെസ്സേജ് ഭാര്യയ്ക്ക് കിട്ടിയപ്പം ഭാര്യ സ്വന്തം സഹോദരനെയും പ്രാർത്ഥനാ കൂട്ടത്തിലുള്ളവരെ അവരുടെ തന്നെ ആളുകളെല്ലാം വിളിച്ചു വരുത്തി വീട്ടിൽ. അപ്പോൾ അടുത്തടുത്ത് അമേരിക്കയിലാണ്, വിളിച്ചു വരുത്തി. അവർ 6 പേർ ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എങ്ങനെയെങ്കിലും ഈ മനുഷ്യന് നിത്യരക്ഷ കൊടുക്കണം, രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് മനസ്സലിവ് തോന്നി ഒരു പ്രാവശ്യം കൂടി ജീവൻ കൊടുത്ത് ഈ മനുഷ്യനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മനുഷ്യൻ സ്വർഗത്തിൽ കയറി ചെല്ലുമ്പോൾ ഒരു ദൂതനാണ് ഈ മനുഷ്യനെ കൊണ്ട് നടക്കുന്നത്. അവൻ ദൂരെ ദൈവത്തിൻ്റെ സിംഹാസനം കാണാം, പക്ഷെ സിംഹാസനത്തിൻ്റെ അടുക്ക പോകാനൊക്കത്തില്ല. ബിക്കോസ് ഹി ഹാസ് നോട്ട് ആക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ സ്വീകരിക്കാഞ്ഞതിനാൽ ദൂരെ നിന്ന് കാണാനുള്ള കൃപ കിട്ടുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴെല്ലാം ഈ പുറത്തുള്ള സൈഡിലെല്ലാം നല്ല മനോഹരമായ പൂക്കളുടെയൊക്കെ മണവും നിറവും ഒക്കെ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ മനുഷ്യന് ഒത്തിരി ഇഷ്ടമാണ് കുതിരകളെ. അപ്പോൾ ഈ സ്വർഗത്തിൽ ചെന്നപ്പോൾ ഒരു കുതിര എൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നു. ആ കുതിര ഓടി വരുമ്പോൾ കുതിര അടുത്ത് വന്നതെന്ന് വെച്ച് അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ആ കുതിര തൊടുന്നു എന്ന്. കാരണം ഈ മനുഷ്യൻ പറയുന്നത്, എനിക്ക് ഭൂമിയിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വർഗത്തിൽ പോലും ദൈവം കാണിച്ചു തരുന്നു. അപ്പം പലരും ചോദിക്കും, സ്വർഗത്തിൽ മൃഗങ്ങളുണ്ടോയെന്ന്. സ്വർഗത്തിൽ മൃഗങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു പോലും വെള്ളക്കുതിര വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ മൃഗങ്ങളുണ്ട്. അപ്പോൾ ഈ കുതിരയെ കണ്ടു. അത് കഴിയുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ
പൂക്കളെല്ലാം കണ്ടു. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് യേശുക്രിസ്തുവിൻ്റെ സിംഹാസനം ദൂരേന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൂതൻ ഇതിൽ നടന്നുകൊണ്ടിരിക്കുമ്പം, സ്വർഗത്തിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇറ്റ്സ് ലൈക്ക് എ പാരഡൈസ്, നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന് വെട്ടം ഇങ്ങനെ തീ പോലെ, റോക്കറ്റ് പോലെ മുകളിലോട്ട് ഇങ്ങനെ 5-6 ഒന്നിച്ച് കയറി വരുന്നു. അപ്പോൾ അയാൾ നോക്കുമ്പോഴല്ലേ ഇതിങ്ങനെ മുകളിലോട്ട് കയറി വരും. അപ്പം ഈ മരിച്ച മനുഷ്യൻ ദൂതനോട് ചോദിക്കുന്നു, ഇതെന്താണ് ഈ വെട്ടം പോലെ ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നതെന്ന്. അപ്പം ദൈവദൂതൻ പറഞ്ഞു, നിനക്കറിയാമോ, ഇത് ഭൂമിയിലിരുന്ന് നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും നിൻ്റെ സഹോദരി സഹോദരന്മാരെ അയക്കുന്ന പ്രാർത്ഥനയാണെന്ന്. സി ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രയർ. പ്രാർത്ഥനയുടെ ശക്തി. ഭൂമിയിലിരുന്ന് നമ്മൾ അയക്കുന്ന പ്രാർത്ഥനകൾ റോക്കറ്റ് പോലെ, അത് ഹി സൈസ് ഇറ്റ് ഡസൻ ഗോ ഡീവിയേറ്റിംഗ്, താഴോട്ടല്ല പോകുന്നത്, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. അത് ഞാൻ കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം. കാരണം നമ്മൾ എന്തുമാത്രം പ്രാർത്ഥനയാണ് സ്വർഗത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വർഗത്തിൽ ചെന്ന് കൊള്ളുക തന്നെയല്ല, കൊണ്ടിട്ട് അതിന് ഉത്തരം കൂടെ തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ആ ദൈവത്തിൻ്റെ മഹത്വത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ നമ്മൾ അയക്കുന്ന ഓരോ ചെറുതും വലുതുമായ പ്രാർത്ഥനകൾ റോക്കറ്റ് പോലെ സ്വർഗത്തിൽ കയറി ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? കാണണം. അതാണ് മധ്യസ്ഥത എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന പ്രയറാണ്. പ്രയർ ഇൻറ്റർസെസേഴ്സ്, അതായത് പ്രാർത്ഥന വോറിയേഴ്സ്, പ്രാർത്ഥിക്കാനുള്ള യുദ്ധക്കളത്തിൽ നിൽക്കുന്ന കുറേ പുരുഷനെ സ്ത്രീയാണ് നമുക്കിതുകൊണ്ട് ആവശ്യം. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുകയാണ്, ദൈവമാണ് ഏറ്റവും വലിയ ഇൻ്റർസെസറി പ്രയർ. വി ആർ സർവിങ് എ സോവറിൻ ഗോഡ്. സർവശക്തനായ പരമാധികാരമുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അത് നമുക്കറിയണം. ഈ ലോകത്തിൽ എന്തെല്ലാം ശക്തി ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ കൊച്ചു പ്രായമുള്ള കുറച്ച് പിള്ളേർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവരാദ്യം വന്നപ്പോഴൊക്കെ അവർ പറയുമായിരുന്നു, അയ്യോ സിംഹത്തിന് പിന്നെ പിശാചിനെ കാണുന്നുണ്ട്, പൂച്ച തുറിച്ച് നോക്കുന്നുണ്ട്, പിശാച് ഞങ്ങൾക്ക് മരിക്കണം തോന്നിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്ത്, അങ്ങനെയൊന്നും നടക്കാനൊക്കത്തില്ലല്ലോ, നമ്മൾ ദൈവമക്കളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിനെ വചനത്തിൽ ആധാരമാക്കി. ഇപ്പം ഞാൻ ആ കുട്ടിയോട് ഇടയ്ക്ക് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അന്ന് കണ്ട പാമ്പിനെ പേടിയുണ്ടോ, അന്ന് കണ്ട ദുഷ്ടനെ പേടിയോ ഒക്കെ ചോദിച്ചാൽ എനിക്ക് ഒരു പേടിയില്ല. അമ്പലത്തിൻ്റെ പല രൂപങ്ങൾ എൻ്റെ മുമ്പിൽ വന്നേക്ക് എനിക്ക് ഭയമില്ല. കാരണം ദൈവത്തിൻ്റെ ശക്തി എനിക്ക് മനസ്സിലാക്കി. പല രൂപങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഏത് രൂപമാണെന്ന്, ദുഷ്ടശക്തിക്ക് ഏത് രൂപം എടുത്തുകൊണ്ട് വരാം. വെളിച്ചപ്പാട് ദൂതനായിട്ട് പല ദൂതൻ്റെ രൂപത്തിൽ കയറി വരുമ്പം നമ്മൾ ഡിസേൺ ചെയ്ത് അറിയണം ഇത് ദൈവത്തിൻ്റെ അല്ലാന്ന്. അപ്പം സർവശക്തനായ ദൈവം, സോവറിൻ ഗോഡ് എന്ന് പറഞ്ഞാൽ മലയാളം പറഞ്ഞ് പരമാധികാരമുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. ദൈവം ഒരു കാര്യം തീരുമാനമെടുത്ത്, അതായത് നമ്മൾ കോടതിയിൽ വെച്ച് ഇതാണ് വിധി കൽപ്പിച്ചു കഴിഞ്ഞിരിക്കും പറഞ്ഞിട്ട് ആ ചുറ്റിയെ വെച്ച് ഒരടി അടിച്ച് കഴിയുമ്പോൾ അത് തീർന്നു. ക്രിമിനൽ കോടതി ചെയ്യുമ്പോൾ അത് തീർന്നു. അത് പിന്നെ ആർക്കും അത് മാറ്റാൻ അൺടിൽ ഇറ്റ് ഈസ് ടേക്കൻ ടു ദ ഹയർ കോർട്ട്. അപ്പം വലിയൊരു കോടതിയിൽ എടുക്കുന്നിടത്ത് അത് മാറ്റുന്നിടം വരെ അതാണ് പിന്നെ നിയമം. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം അല്ലെങ്കിൽ പരമാധികാരമുള്ള ഒരു ദൈവമാണ് എൻ്റെ കാര്യവും നിങ്ങളുടെ കാര്യവും തീരുമാനിക്കുന്നത് എങ്കിൽ അതിനുപരിയായിട്ടൊരു ശക്തിയില്ല. അത് മനസ്സിലാക്കണം. നമ്മൾ വിളിക്കുന്ന ആരെയാണ്. അപ്പോൾ ഇൻ്റർസെസറി പ്രേയേഴ്സിന് 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദൈവം പറയുന്നത് യു ഹാവ് ടു നോ യുവർ അതോറിറ്റി. നീ നിനക്ക് എന്ത് അതോറിറ്റിയിലാണ്, അധികാരം എന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് നോ യു ആർ കമ്മിങ് ബിഫോർ ദ ക്രിയേറ്റർ, ദി ഓൾമൈറ്റി ഗോഡ്. ആദ്യമേ അറിയേണ്ടത് ജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവൻ തന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലേക്കാണ് നാം കടന്നു വരുന്നത്. നമ്മൾ പ്രാർത്ഥന അയക്കുമ്പോൾ ഈ പ്രാർത്ഥന ചെല്ലുന്നത് ചുമ്മാതുള്ളൊരു സ്ഥലത്തല്ല, സ്വർഗസിംഹാസനത്തിൽ. അവൻ മുകളിൽ നിന്ന് നമ്മൾ അയക്കുന്നോന്ന് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറകോട്ട് പോകാം. ആ മനുഷ്യൻ, മരിച്ചുപോയ മനുഷ്യൻ, ഈ 6 ദീപം പോലെ പ്രകാശം കടന്നു വന്നപ്പം ദൈവദൂതൻ പറയുന്നത് ഇത് സ്വർഗത്തിലേക്ക് താഴെ നിന്ന് അയക്കുന്ന പ്രാർത്ഥനയാണ്. ലാസ്റ്റിൽ ഈ മനുഷ്യൻ യേശുക്രിസ്തുവിനെ കാണുമ്പം യേശുക്രിസ്തു പറയുകയാണ്, നിൻ്റെ സമയമായിട്ടില്ല, നീ തിരിച്ചു പോവുക. നിൻ്റെ ഭാര്യയും നിൻ്റെ സഹോദരന്മാരും പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥന ഇവിടെ എത്തിയിരിക്കുന്നു, അതിനാൽ തിരിച്ചു പോകുക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇന്ന് സത്യദൈവത്തെക്കുറിച്ച് വളരെ വളരെ സാധാരണമായ ഭാഷയിൽ സ്വർഗത്തിൽ കണ്ടത് വിളിച്ചു പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഈ ഭൂമിയിൽ കിടന്നുകൊണ്ട് ചുമ്മാ കിടന്ന് വെപ്രാളപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ വിഷയങ്ങൾ, പ്രയാസങ്ങൾ, നമ്മുടെ ആകുലതകൾ എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായിട്ട് അയക്കാൻ തുടങ്ങിയാൽ അത് നേരെ മേളിൽ ചെന്നിട്ട് അവിടുന്ന് ഉത്തരം തരും. പിന്നെ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? അത്ര ഉറപ്പുണ്ടോ? അപ്പോൾ ഇൻറ്റർസെസറി പ്രെയർ ചെയ്യുന്ന അല്ലെങ്കിൽ മധ്യസ്ഥത ചെയ്യുന്നവരായ മക്കൾ അറിയേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, യു ഷുഡ് നോ ദാറ്റ് യു ഹാവ് അതോറിറ്റി ആൻഡ് യു ആർ ഗോയിങ് ബിഫോർ ദ ലിവിങ് ഗോഡ്. ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ കടന്നു ചെന്നിരിക്കുന്നത്, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. അത് സങ്കീർത്തനം 119:89 വാക്യം പറയുന്നത്, യഹോവേ നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു, നിൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. 119:89. യഹോവേ നിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു, നിൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുകയാണ്. അവന് മാറ്റമില്ല, അവൻ വിശ്വസ്തനാണ്. ഉൽപ്പത്തിയിൽ 1:27-28 പറയുന്നത്, ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, എല്ലാത്തിൻ്റെയും മേലെ അടക്കി വാഴാനായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാം അടക്കി വാഴാനാണ്. സത്യം പറഞ്ഞാൽ സ്ത്രീകളെ കുറേ കൂടെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ കുടുംബജീവിതം ഒത്തിരി എളുപ്പമായേനെ. നമുക്ക് ഒരു കഴിവുമില്ലാത്തവരെ പോലെ അട്ടിച്ചമർത്തി സ്ലേവിനെ പോലെ എല്ലാ സഭകളിലും ചർച്ചിൽ അത് ചെയ്യുന്നുണ്ട് കുറേശ്ശെ. അവരറിഞ്ഞുകൊണ്ടല്ല. കാരണം ആ ദുഷ്ടശക്തി ഈ മേധാവിത്വം സ്ത്രീകൾക്ക് കൊടുക്കാതെ സ്ത്രീകളെ അവെയർനെസ് ആക്കി, അതായത് ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധിയിൽ ഇത് എത്തിച്ചെല്ലും. സ്ത്രീകൾ ആരെങ്കിലും, ഞാൻ എത്രയോ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്, അവരെപ്പോഴും എന്നോട് പറയുന്നത്, ആൻറ്റി പ്രാർത്ഥിച്ചാലത് നടക്കും. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല, ഞാൻ അയക്കുന്ന വചനം ദൈവത്തിൻ്റെ ആകാൻ. കഴുതെ കൊണ്ടുപോലും സംസാരിപ്പിക്കുന്ന ദൈവം. ഞാൻ നീ എന്നുള്ള വ്യത്യാസം ഇവിടെ വരുന്നില്ല. ആര് സ്വർഗത്തിലേക്ക് പ്രാർത്ഥന അയച്ചാലും ദൈവം അത് കേൾക്കും. അത് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയായിരിക്കണം, വചനാടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയായിരിക്കണം. നമ്മൾ ശക്തനായ ദൈവത്തെ, അവിടെ ഇരുന്ന് നമ്മൾ എന്താ പറയുന്നതെന്നും പ്രാർത്ഥിക്കുന്നതെന്നും അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ചെല്ലുന്നത്. ഉൽപ്പത്തിയിൽ പറയുന്നത് നമ്മൾ ഇതിനെല്ലാം അടക്കി വേണം. സങ്കീർത്തനം 8:3-8 പറയത്തില്ല, ആകാശവും ഭൂമിയും ചന്ദ്രനെയും നക്ഷത്രയും ഒക്കെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ഭൂമിയിലുള്ള സകലത്തെയും, ആടുമാടുകളെ, കാളകളെ, അതുപോലെ മൃഗങ്ങളെ, പക്ഷികളെ, മത്സ്യങ്ങളെ, ഇവയെല്ലാം ദൈവം സൃഷ്ടിച്ചിട്ട് നമ്മളവയെ അടക്കി ഭരിക്കാനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്താ ഭയം? നമ്മളിവയെല്ലാം അടക്കി ഭരിക്കുവാൻ തക്കവണ്ണം നമുക്ക് അധികാരമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാമെങ്കിൽ, ഒരു വിവാഹം, പണ്ടത്തെ കാലമാണ്, ഇപ്പോഴത്തെ കാലം ഇങ്ങനെയല്ല. പണ്ട് കാലങ്ങളിൽ വിവാഹം കഴിഞ്ഞ് നമ്മളൊരു വീട്ടിൽ ചെന്ന് ആ വീട്ടിലെ അധികാരം നമ്മൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ഭയമാണ്. അവരുടെ അമ്മായിപ്പനുണ്ട്, അമ്മായിമ്മയുണ്ട്, അവരൊക്കെ എന്ത് ചിന്തിക്കുന്നു. ആ ഒരു ഭവനത്തിൽ അല്പം കുഞ്ഞുങ്ങളുണ്ടായി കുറച്ച് കഴിയുമ്പോഴാണ് ഈ നമ്മൾ ചെന്നവർ അവിടെ നമുക്ക് അധികാരമുണ്ടെന്നും അവകാശമുണ്ടെന്നും മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്ക് ചില അവകാശങ്ങൾ തന്നിരിക്കുന്നത് ദൈവനാമത്തിൽ ഉപയോഗിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ആ കഴിവുണ്ട് എന്നെ ഹൃദയത്തിൽ ഉറപ്പ് വന്നാൽ വെപ്രാളം കാണിക്കത്തില്ല. എല്ലാം ശാന്തമായിട്ട്, ആ വെപ്രാളവും വിഭ്രതിയും വരുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മളാരെന്ന് മനസ്സിലാക്കാത്തത്, നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ജയം നേടുവാൻ സാധിക്കും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:6 പറയുന്നത്, നമ്മളെ യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആ സ്വർഗത്തിലാണ് ഇരുത്തിയിരിക്കുന്നെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കാണണ്ടേ? എന്നും രാവിലെ ഇരിക്കുമ്പം കർത്താവേ, നമ്മൾ ഇതുവരെയുള്ള പ്രാർത്ഥന, കർത്താവേ സ്വർഗത്തിൽ നിന്ന് അപ്പച്ചാ കടന്നു വരണമേ, പരിശുദ്ധാത്മാവെ കടന്നു വരണം, പരിശുദ്ധാത്മാവെ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലല്ലേ? കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച നിമിഷത്തിൽ യേശു നമ്മുടെ ഉള്ളിൽ വന്നിട്ടില്ലേ? അവൻ ഡിപ്പോസിറ്റ് ചെയ്തില്ലേ പരിശുദ്ധാത്മ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇറ്റ്സ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞില്ലേ? ഈ സത്യം ആര് പറഞ്ഞു കൊടുക്കും? എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രയാസമുള്ളപ്പം നിങ്ങൾ ആത്മാവിലുള്ള ഒരാളെ കൂടെങ്കിലും വിളിച്ചിട്ട് അരമണിക്കൂറൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ഒക്കുമെങ്കിൽ പ്രാർത്ഥിക്കണം. യേശുവിന് അത് ആവശ്യമുണ്ട്. കാരണം നമ്മളൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ
അതായത് സിമ്പിളായിട്ട് പറയാം, നമ്മളിപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമാണെന്ന് വിചാരിക്കുക. ഇന്ത്യക്കാരുടെ പട്ടാളക്കാരുടെ വസ്ത്രം വ്യത്യാസമുണ്ട്, അവർ പറയുന്ന കോഡ് ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. പാകിസ്ഥാൻകാരുടെ വസ്ത്രം വ്യത്യാസമുണ്ട്, അവരുടെ കോഡ് ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. അവർ പറയുന്ന ലാംഗ്വേജുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ സ്വർഗീയ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പഠിക്കുവിൻ. ജഡീക പ്രാർത്ഥന നിർത്ത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണെന്ന് വേദപുസ്തകത്തിൽ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ വ്യക്തമായിട്ടും എഴുതിയിരിക്കുന്നു. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടങ്, അതായത് പലതരത്തിലുള്ള അന്യഭാഷയുണ്ട്. ഒന്ന് പെന്തക്കോസ്ത് ദിവസം 2-ാം ദിവസം നടന്നതുപോലെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു, മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി. എന്നാൽ വേറൊന്ന് സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ അന്യഭാഷ പറയും, വേറൊരാൾ അതിൻ്റെ തർജ്ജമ കൊടുക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറയുന്നു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. വേറൊരു ഭാഷയുള്ളത് നിങ്ങളുടെ ആത്മാവിനെ എഡിഫൈ ചെയ്യാൻ, നിങ്ങളെ തന്നെ ബലപ്പെടുത്തുവാൻ. 1 കൊരിന്ത്യർ 14 പറയുന്നത് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം, അത് പൗലോസ് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ അറിയത്തില്ലെങ്കിൽ, ഞാൻ വചനം പഠിപ്പിക്കുന്ന പലരോടും പറയും, നിങ്ങൾ എവിടെ പോയാലും, ഏത് സഭയിൽ പോയാലും, ഏത് ചർച്ചിൽ പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവിടെ സത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായിട്ട് ജയമെടുക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ അന്യഭാഷയിൽ, അല്ലെ സ്വർഗീയ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം. 1 കൊരിന്ത്യർ 14 പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. ഉണ്ടോ? ഇത് മതി, വേറെ ഒത്തിരി ഉണ്ട്, അത് കൊടുക്കട്ടെ. ഞാൻ പറയുന്നത്, നമ്മൾ സ്വർഗീയ ഭാഷയിൽ സംസാരിച്ച് ദൈവഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു ഗുണം പിശാചിന് മനസ്സിലാക്കത്തില്ല. നമ്മൾ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പം ഇന്ത്യൻ സൈഡിൽ പറയുന്നത് പാകിസ്ഥാൻകാർ മനസ്സിലാക്കിയാൽ നമുക്ക് യുദ്ധം ജയിക്കാനൊക്കത്തില്ല. സോ ദേ ഹാവ് എ ഡിഫറെൻറ്റ് കോഡ് എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ചില തത്വങ്ങളും പ്രിൻസിപ്പിൾസും ഉണ്ട്. സ്വർഗത്തിലൊരു ഭാഷ നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വ്യത്യാസമുണ്ട്, കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് വ്യത്യാസമുണ്ട്, എല്ലാത്തിനും ഓരോ വ്യക്തിയിലും വ്യത്യാസമുള്ളതുപോലെ നമുക്കൊരു ഭാഷയുണ്ട്. എൻ്റെ ഭാഷ നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ നമ്മുടെ മറ്റുള്ളവരുടെ അന്യഭാഷ കേൾക്കുമ്പോൾ അതിൽ കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ ഭാഷ അതിൽ നിന്ന് പൊങ്ങി വരും. അതും പറഞ്ഞാൽ അവരുടെ ഭാഷ ഇമിറ്റേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമുക്കുള്ള ഭാഷയുടെ തുടക്കം മറ്റൊരുത്തൻ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കാൻ, ദൈവത്തിൻ്റെ ഭാഷയിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിൽക്കണമെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റോമർക്കെഴുതിയ ലേഖനം 6:3-6 പറയുന്നത്, അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം അവനോടുകൂടെ, അതായത് ക്രിസ്തു കുഴിച്ചിട്ടപ്പോൾ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റപോലെ നാം അവനിലേക്ക് ജീവിച്ചെഴുന്നേറ്റു. മരണത്തോട് സാദൃശ്യമായതുപോലെ പുനരുദ്ധാനത്തിനോട് സാദൃശ്യമായി നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തുവിനോട് മരിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ സ്നാനമേറ്റവരാണ്. അവനോടുകൂടെ സ്നാനമേറ്റപ്പോൾ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അവനെ കുഴിച്ചിട്ടപ്പം നമ്മളും നമ്മുടെ പാപത്തിന് കുഴിച്ചിടപ്പെട്ടു. പിന്നെ ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റപ്പം നമ്മൾ ജീവിച്ചെഴുന്നേൽക്കണം. മരണത്തോട് നമ്മൾ സാദൃശ്യമായതിനാൽ നമ്മൾ പുനരുത്ഥാനത്തിനോട് സാദൃശ്യമാകുന്നു. പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടെ മരിച്ചെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കുന്നു. ഈ കണ്ടീഷൻസ് എല്ലാം നടക്കാതെ പ്രാർത്ഥന ശരിയാകത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടോ, നമ്മൾ കുറേ പ്രാർത്ഥനയാണ്. ആദ്യകാലങ്ങളിൽ ഒരു ഉത്തരവും കിട്ടത്തില്ല, വർഷങ്ങളോളം ചിലപ്പോൾ പ്രാർത്ഥന. പക്ഷേ ലാസ്റ്റിൽ നമ്മൾ കർത്താവിന് വിട്ടുകൊടുക്കും. ദൈവമേ, എനിക്ക് ഇത്രേ അറിയത്തുള്ളൂ, ഞാനിത് തന്നതിന് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു, എന്താണെന്ന് വെച്ചാൽ അപ്പച്ചൻ ചെയ്യുക. അപ്പം നമ്മുടെ പ്രാർത്ഥനയെ കർത്താവ് ഉടനെ ഉത്തരം തരുന്നില്ല എങ്കിൽ പോലും ആത്മീയ കണ്ണുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മീയ ബുദ്ധിയിൽ മനസ്സിലാക്കേണ്ടത്, ദൈവം എന്തോ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആ കറക്റ്റ് ടൈമും വരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നിടം വരെ നമ്മൾ മടുത്തുകൂടാതെ പ്രാർത്ഥിച്ചാണ്. പലപ്പോഴും കർത്താവ് ഞങ്ങളോട് പറയാണ്ട്, ആ കനാന്യ സ്ത്രീയെപ്പോലെ, ശൂനേങ്കാരത്തി സ്ത്രീയെപ്പോലെ ഇടിച്ചു കയറി എൻ്റെ അടുക്ക് വന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അപ്പോൾ ഇൻറ്റർസെസറി പ്രേയേഴ്സ്, അതായത് പ്രയർ വോറിയേഴ്സിനോട് ഞാൻ പറയാം, സാധാരണ പ്രാർത്ഥനക്കാരോടല്ല ഈ വചനം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരോട് ഞാൻ പറയുക, മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, ഇടിച്ചു കയറി പ്രാർത്ഥിക്കുക. അതൊന്ന്. 1 കൊരിന്ത്യർ
3 പറയുന്നുണ്ട്, നമുക്ക് മറ്റുള്ളവരെ വിധിക്കുവാൻ അവകാശമുണ്ട്. ആത്മീകരായ നമ്മൾ ജഡീകരായിട്ടുള്ളവരെ വിധിക്കുന്നത്, അത് കർത്താവെ അവർ തെറ്റ് കാണുന്നുണ്ട്, ആ തെറ്റ് ദൈവത്തിൻ്റേതല്ല, അത് മാറിപ്പോയിട്ട് അവിടെ ദൈവത്തിൻ്റേത്. രക്ഷിക്കപ്പെടുക എന്നുള്ള ഒരു സത്യമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. നമ്മൾ പലരും നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് രക്ഷയില്ല. അവരെ പിശാച് ഉപയോഗിച്ചിട്ട് നമ്മൾ അവരോടങ്ങ് ദേഷ്യം തോന്നിപ്പിക്കും. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, അവരല്ല, ആ പാമ്പാണ് അവർ കൂടെ കയറി. കർത്താവ് മനസ്സിൽ തോന്നി അവർക്ക് നിത്യരക്ഷ കൊടുക്കണമേ, അവർക്ക് മാനസാന്തരം ഇട്ട് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ക്രമേണ ദൈവം അവരിൽ മാറ്റം വരുത്തും. പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ചെയ്യാനാണ്. ഇൻ്റർസെസറി പ്രെയർ, നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടും ഒരു അറ്റ്മോസ്ഫിയർ, നമ്മുടെ ചുറ്റുപാടും അതിന് മാറ്റം വരുത്തും. അങ്ങനെ മാറ്റം വരും. മറ്റുള്ളവരെ നിങ്ങൾ കാണുന്ന ദൈവത്തെ ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞ് ചോദിച്ചു കയറി വരും. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. നോ യുവർ അതോറിറ്റി. രണ്ടാമത്തെ ഇൻ്റർസെസറി പ്രെയർ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന ഷുഡ് ബി ഡൺ ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ അത് ചെയ്തെടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഡയലോഗാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമാണ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ്, 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ചാലേ, അരമണിക്കൂറൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന തീർന്നു നിർത്തുക എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകും. കാരണം വി റിയലി ആം നോട്ട് ഹിയറിങ് എനിത്തിങ് ഫ്രം ദാറ്റ് സൈഡ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് ഡീപ്പ്, അതായത് ദൈവമായിട്ടുള്ള ബന്ധം ശരിയായാൽ അവൻ നമ്മളോട് സംസാരിക്കുന്നിടം വരെ നമുക്ക് ഇരിക്കാനെത്തെങ്കിൽ വലിയ അനുഗ്രഹം. നമ്മളോട് സംസാരിക്കും വചനത്തിൽ കൂടെ. പക്ഷെ അതല്ല എങ്കിൽ വചനം, ദൈവം പറയുന്നത് കേൾക്കാൻ കഴിവുള്ളവരുണ്ട്. അത് ഗിഫ്റ്റാണ്, അത് സ്പിരിറ്റാണ്, ഡിസേണിങ് സ്പിരിറ്റ്. ദൈവം പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്ന ചില വ്യക്തികളെ എനിക്കറിയാം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്കൊരു വലിയ കൃപ ദൈവം തന്നിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേപ്പുറത്തെ ഉള്ളവർ ദൈവത്തെ കാണും, യേശുവിനെ നേരിട്ട്. ഞാൻ പറയും, നിങ്ങൾ കാണും, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാണും. അവർ കാണുക തന്നെ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിരിക്കുന്ന ആ ഗിഫ്റ്റ് എനിക്ക് ഇമ്പാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോട്ട്സാണ്, പക്ഷേ മറ്റവർക്ക് കാഴ്ചയാണ് കൊടുക്കുന്നത് ദൈവം. അപ്പോൾ ഈ ഇൻ്റർസെസറി പ്രെയർ ഉള്ളവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ഇതേപോലെ വരമുള്ളവരെ തമ്മിൽ ദൈവം യോജിപ്പിക്കും. 2 പേരെ അല്ലെങ്കിൽ 3 പേരെ ഒന്നിച്ച് യോജിപ്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം കർത്താവിന് ഉത്തരം ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ കർത്താവ് ഉത്തരം പറയും, ഈ വിഷയം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറയും. പലപ്പോഴും വചനങ്ങൾ എടുക്കുമ്പോൾ അത് പറയും, ഇത് അയച്ചു കൊടുക്കുക എന്ന് പറയും. അപ്പം ദൈവശബ്ദം ഇങ്ങോട്ട് കേൾക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ എന്തൊരു സന്തോഷമുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ ആക്കണം നമ്മുടെ പ്രാർത്ഥന. ഇറ്റ് ഷുഡ് ബി എനർജൈസിങ്. വി ഷുഡ് സ്റ്റാൻഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം കൊടുത്തിട്ട് ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കണം. അത് ഒരിക്കലും നന്നാകത്തില്ല എന്ന് ആളുകൾ പറയുന്നിടത്ത് നമ്മൾ പറയണം, ഇല്ല, ഈ മകനെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ഞാനത് കാണും, ഞാനത് പ്രാപിച്ചെടുക്കും. കാരണം എൻ്റെ ദൈവത്തിന് എല്ലാ വ്യക്തിയും, എൻ്റെ ഒരു മകൻ മാത്രമേ ഉള്ളൂ പോലും, അല്ല നിങ്ങളുടെ ഒരു മകൻ മാത്രമേ പോലും, അവൻ ക്രൂശ് മരണമേറ്റത് അവന് വേണ്ടിയാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, അതിനാലത് സംഭവിക്കും എന്ന് വിളിച്ചു പറയാൻ തുടങ്ങുക. വൈ ആർ യു ഡ്രെയിൻഡ് ഓഫ് ഇൻ ദ പ്രെയർ? പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഒത്തിരി ഡ്രെയിൻഡ് ഓഫ് ആകുന്നത്? ബിക്കോസ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ല. ആദ്യമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ തീ കത്തിക്കുക. വചനം കൊണ്ടും സ്തുതിപ്പ് കൊണ്ടും പാട്ടുകൊണ്ടും സ്തുതിച്ച് കഴിഞ്ഞിട്ട് എടുക്കും. അപ്പോൾ ഇത് എനർജൈസ്. അപ്പോൾ നമ്മൾ വിവാഹത്തിൻ്റെ കാര്യം എടുക്കുക. നമ്മൾ ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ നിയമം എന്തുവാ? ഗോഡ് ആസ് ദൈവം യോജിപ്പിച്ചവനെ ആർക്കും തിരിച്ചു വിഭജിക്കാൻ അവകാശമില്ല. 2, ദൈവത്തിന് ഡിവോഴ്സ് ഇഷ്ടമല്ല. 3, ദൈവം പറയുന്നത് നമ്മളൊരു കവനൻ്റ്, ഒരു ഉടമ്പടി ചേർന്ന കുടുംബമാണ്. ദൈവം പറയുന്നു, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ജീവിതകാലം മുഴുവത്താണ്. ദൈവം പറയുന്നു, ഐ ഹേറ്റ് ഡിവോഴ്സ്. ഇത്രയെല്ലാം പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഏത് വിവാഹ കാര്യത്തിന് അമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വെച്ച് പ്രാർത്ഥിച്ച ദൈവം കേൾക്കാതിരിക്കുന്നത്? വചനാടിസ്ഥാനത്തിൽ വചനം അയച്ചുകൊണ്ടേയിരിക്കുക, ദൈവം കേൾക്കും. ഒരു സമയത്തെ ദൈവം ഉത്തരം തരും, സംശയമില്ല. ആസ്ക് ലോർഡ് ടു ഫിൽ ദം വിത്ത് ദ ലവ്. മറ്റുള്ളവർ മാറി നിൽക്കുന്നവർ, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരിലേക്ക് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കാൻ പ്രാർത്ഥിക്കുക. മേക്ക് ദം ഫീൽ ദാറ്റ് ദേ ആർ വർത്തി ടു റിസീവ് ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബ്രേക്ക് ദ ലൈ ഓഫ് ദ ഡെവിൾ. പിശാചിൻ്റെ നുണയെ വെട്ടിമാറ്റാൻ യോഹന്നാൻ്റെ സുവിശേഷം 8:44 അയച്ചിട്ട് ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ വെട്ടിമാറ്റി ജയമെടുക്കുക. അപ്പം 2 ഞാൻ പറഞ്ഞു. 1, നിങ്ങൾ അതോറിറ്റി അറിയണം. 2, ഇൻ്റർസെസറി പ്രെയറിന്. 2, നമ്മൾ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 3, ബിൽഡ് അപ്പ് യുവർ സ്ട്രോങ് ഫെയ്ത്ത്. അതായത് വചനാടിസ്ഥാനത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും. വചനം കൊണ്ട് കേട്ട് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി
പോസിറ്റീവ് ആക്കണം. കർത്താവ് ഇതിനെക്കുറിച്ച് എത്ര കഷ്ടമാണെങ്കിൽ കർത്താവിൻ്റെ കൈ എത്താൻ വയ്യാത്ത ഒരു കാര്യമില്ല, കർത്താവിന് പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നമില്ല. നിൻ്റെ പാപം കടും ചുവപ്പാണ്, രക്താംബര പോലെ ആണെങ്കിൽ ഹിമം പോലെ വെളുപ്പിക്കുമോ പഞ്ഞു പോലെ ആക്കുമെന്ന് പറഞ്ഞ ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ ഈ വിഷയം കൊണ്ട് ഏൽപ്പിക്കുന്നു, അവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നിടം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെർസിസ്റ്റ്, കീപ്പ് ഓൺ പ്രേയിങ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ദൈവത്തോട് പറയുക. മത്തായിയുടെ സുവിശേഷം 7:7 പറയുന്നു, ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെടുത്ത്, മുട്ടുവീൻ, വാതിൽ തുറക്കുക, യാചിപ്പീൻ, ദൈവം നിങ്ങൾക്ക് തരും. ഫെയ്ത്ത് വിൽ സീ ദ ഇമ്പോസിബിൾ ഇൻ ദ സ്പിരിറ്റ് റിലം. ആത്മീയ ഗോളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് കാണുക. അല്ല, വി ആർ നോട്ട് സ്റ്റാൻഡിങ് വിത്ത് എ ഡിഫീറ്റഡ് ഗോഡ്. പരിശുദ്ധാത്മാവിന് തോൽവി എന്തെന്ന് പോലും അറിയത്തില്ല. നമ്മളിതിനെ തോൽവിയായിട്ട് കാണുന്നത്. whether I see it or not, the miracle is on the way. God's word is final authority. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അതോറിറ്റി, അധികാരത്തോടെ. അപ്പം ഞാൻ പറഞ്ഞത് പ്രയർ വോറിയേഴ്സ് ആകേണ്ടവർക്ക് അത്യാവശ്യമുള്ള 4 കാര്യം. 1, അതോറിറ്റി, നിങ്ങളുടെ അതോറിറ്റി അറിയണം, നമ്മൾ ആരെന്നറിയണം, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നറിയണം. 2, നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രാർത്ഥന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരിക്കണം. 3, നമുക്ക് ഫെയ്ത്തും വചനത്തിലാണ് നിൽക്കേണ്ടത്. പിന്നെ പെർസിസ്റ്റ് ചെയ്യണം, കീപ്പ് ഓൺ പ്രേയിങ്, മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഇൻ്റർസെസറി പ്രയർ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ കടന്നു വരുന്ന കർത്താവേ, എൻ്റെ ഉള്ളിൽ നിന്ന് ജീവനാദി പുറത്തോട്ട് വരുന്നല്ലേ നീ പറഞ്ഞ കർത്താവേ. കർത്താവേ, പ്രയർ വോറിയേഴ്സ് ഉണ്ടാകട്ടെ. അപ്പച്ച അയക്കുന്ന വചനം കേട്ടിട്ട് അനേക പെൺമക്കൾ എഴുന്നേറ്റിരുന്ന് വചനം വായിച്ചിട്ട് സങ്കീർത്തനങ്ങൾ തന്നെ 7 വട്ടം വായിച്ചിട്ട് അയച്ചു കൊടുക്കട്ടെ. മക്കളുടെ പേരേക്ക് അയച്ചു കൊടുക്കും. സങ്കീർത്തനം 1 അയച്ചു കൊടുക്കുക, 23 അയക്കാം, 110 അയക്കാം, 100 അയക്കാം. എന്തെല്ലാം വചനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നു. 121 അയക്കാം. അങ്ങനെ ഞങ്ങൾ വചനം അയച്ചു പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. കർത്താവ്, ഈ പദം പറയുന്ന പ്രാർത്ഥന, ആവലാതിയുടെ പ്രാർത്ഥന, പിശാചിൻ്റെ കൂട്ടുനിന്ന് നുണ പറയുന്ന പ്രാർത്ഥന അഴിഞ്ഞു പോയിട്ട് സത്യദൈവത്തിൻ്റെ വചന അടിസ്ഥാനത്തിൽ കൺഫസ് ചെയ്ത്, ദൈവം ഇതിനെക്കുറിച്ച് ഇതാണ് പറയുന്നത്, എൻ്റെ കണ്ണു കണ്ടു നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല, പക്ഷേ എൻ്റെ ദൈവം ഇതിനെക്കുറിച്ച് ഇതാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കാര്യം നേടിയെടുക്കുന്നിടം വരെ പെർസിസ്റ്റ് ചെയ്ത് മടികൂടാതെ പ്രാർത്ഥിപ്പാൻ, ഞാൻ ആരെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, വിശ്വാസ വീരന്മാരെ പോലെ പ്രാർത്ഥിപ്പാൻ, ശൂന്യംകാരത്തി സ്ത്രീയെപ്പോലെ ഇടിച്ചു കയറി വന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളിന്ന് പഠിപ്പിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് കർത്താവേ. പ്രാർത്ഥനയിലെ മധ്യസ്ഥത പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് കർത്താവേ. ഞങ്ങളാണ് ഭൂമിയിൽ മധ്യസ്ഥരായിട്ട് നിൽക്കേണ്ടത്. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാർക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ റോക്കറ്റ് പോലെ സ്വർഗത്തിൽ കടന്നു വരുന്നതിനാൽ, ഉത്തരം തരുന്നതിനാലും നന്ദി പറയുന്നു. നാഥൻ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചെവിയോർത്തിരിക്കുക തന്നെയല്ല, അതിനുവേണ്ടി ദൂതഗണങ്ങളെ അയച്ചു തരുന്നതിനാൽ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. നാഥാ, പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ബലപ്പെടുത്തി, പ്രാർത്ഥന ഒരു സന്തോഷമാക്കി, ഉത്തരം തരുന്ന ദൈവത്തോട് സംസാരിച്ചിട്ട് ഉത്തരം കിട്ടുന്നിടം വരെ പ്രാർത്ഥിപ്പിക്കണേ അപ്പച്ച. ഞങ്ങളോട് കരുണ തോന്നി നിന്നോട് സംസാരിക്കുമ്പോൾ നീ ഞങ്ങളിൽ സന്തോഷിക്കുന്നു എന്നുള്ള ആത്മാവിനെ കാണിച്ചു തരണേ അപ്പച്ച. നീ ഞങ്ങളെ അത്യന്തം സ്നേഹിക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ അടുക്കൽ എങ്ങനെയെങ്കിലും വന്നിരുന്നാൽ പോലും നീ ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ. ഞങ്ങളുടെ മക്കൾ ഏതവസ്ഥയിലാണെങ്കിൽ പോലും ഞങ്ങളെ ഒരു പ്രാവശ്യം വിളിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം വരത്തില്ലേ? അതുപോലെ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. ഞങ്ങളെ നീ മാടി വിളിക്കുന്ന സ്നേഹത്തിന് നന്ദി. ഞങ്ങളെ പ്രാർത്ഥന വീരന്മാരാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഉണർന്നിരുന്ന് കർത്താവിൽ ജാഗരിച്ച് പ്രാർത്ഥിപ്പാൻ, പുരുഷത്വം കാണിപ്പാൻ, സ്നേഹത്തിലെല്ലാം ചെയ്തെടുക്കാൻ ഞങ്ങൾ വിശ്വാസ വീരന്മാരാക്കി നിർത്തുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.